തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ സ്വദേശി ദിക്ഷലാണ് മരിച്ചത്. രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ മൂർഖൻ പാമ്പ് കടിക്കുകയായിരുന്നു. വീടിനകത്തു നിന്നും പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണമായി കുട്ടിയുടെ അച്ഛൻ രംഗത്തെത്തി. തല ഇറങ്ങുന്നില്ല, രണ്ടായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ വേണ്ടത്ര എടുത്തില്ല. അവർ ഡോക്ടർ ഒന്ന് തൊട്ട് പോലും നോക്കിയില്ല. എന്തിനാണ് അവിടെ ഛർദ്ദിക്കണമെന്ന് ഛർദ്ദിച്ച് പാതി വെച്ച് തൊണ്ടയിൽ കുടുങ്ങി എന്തോ പിന്നെ സംസാരം വെളി വന്നില്ല. അവൻ തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നു. അവർ ആ സമയത്ത് ഒരു ഒന്നും നോക്കിയതില്ല. ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവരെ ഭാഗത്തുനിന്നൊരു പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്നാണ്. നമ്മൾ ചെന്നിട്ട് ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ നടക്കണമെങ്കിലും ആ ഒരു സീരിയസ്നെസ് കണ്ടില്ല. കാരണം ഞാൻ കണ്ടില്ല, പാമ്പാണെന്ന് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പാമ്പ് കടിച്ചെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല കടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ആ ഒരു സീരിയസ്നെസ് അവർ കാണിച്ചില്ല. എന്നാൽ പ്രാഥമിക ടെസ്റ്റുകളിൽ കുട്ടിയെ പാമ്പ് കടിച്ചതായി കണ്ടെത്തിയില്ല എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. സാന്ത്വന സാജു വിവരങ്ങളുമായി. സാന്ത്വന, ഏതായാലും കുഞ്ഞു മരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് തുടരെ ഇപ്പോൾ 3ാമത്തെ മരണമാണ് കേൾക്കുന്നത്. സാന്ത്വന, എന്താണ് ഇപ്പോൾ ആശുപത്രി നൽകിയിരിക്കുന്ന വിശദീകരണം? സ്മൃതി, ദിക്ഷലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രി അധികൃതർ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. ആശുപത്രി അധികൃതർ പറയുന്ന ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി 2:45 ശേഷമാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ കാലിൽ എന്തോ കടിച്ചു എന്നുള്ള കാര്യമാണ് കുടുംബം ആശുപത്രി അറിയിച്ചത്. സ്വാഭാവികമായിട്ടും കാലിൽ കടിച്ചത് എന്തെങ്കിലും ഇഴജന്തുക്കളോ പാമ്പോ ആകാമെന്ന നിഗമനത്തിൽ തന്നെ ടെസ്റ്റുകളൊക്കെ തന്നെ നടത്തി. പാമ്പ് കടിച്ചതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റുകളും മറ്റുമാണ് നടത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ടുകളും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു. അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും, ഈ ബ്ലഡ് ക്ലോട്ടിംഗ് സമയത്തിലടക്കം മറ്റ് പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ആന്റിവെനം നൽകാതിരുന്നത് എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. ആശുപത്രിയിൽ ആന്റിവെനം ഉണ്ടായിരുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പാമ്പ് കടി ഏൽക്കാത്ത ഒരാൾക്ക് ആന്റിവെനം നൽകുകയാണെങ്കിൽ മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടെസ്റ്റ് റിസൾട്ടിൽ അത് കാണിക്കാത്തത് കൊണ്ടാണ് ആന്റിവെനം നൽകാതിരുന്നത്. പക്ഷേ എന്നിട്ടും കുട്ടി ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. അതോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ പറയുന്നത്. 2:45 കുട്ടി ആശുപത്രിയിൽ എത്തിച്ച കുട്ടി ഏതാണ്ട് 3:10 കൂടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു എന്നും എന്തായാലും ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നുണ്ട്. നേരത്തെ നമ്മൾ കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം കേട്ടതുപോലെ തന്നെ ആശുപത്രി അധികൃതർ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അത് മാത്രമല്ല, കൃത്യമായി ആന്റിവെനം നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുകൂടി കുടുംബം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആശുപത്രി അധികൃതർ കുടുംബത്തിന്റെ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മൾ നിൽക്കുന്നത് അഴൂരുള്ള ഈ ദിക്ഷലിന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും നടന്നു വരികയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും, മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. സാന്ത്വന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.